ഇസ്രായേലിന് നേരെ ഒരു മുൻകൂർ ആക്രമണം നടത്താൻ ഇപ്പോൾ ഇറാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ചാനൽ 13 ഈ കാര്യം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാന് ഇസ്രായേലിന് നേരെ മുൻകൂർ ആക്രമണം നടത്താനുള്ള ശക്തിയുണ്ടെന്നും അതിനുവേണ്ടി അവർ തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ചാനൽ പറയുന്നു. ഇപ്പോൾ ഇറാൻ ഒരു രഹസ്യമായ മിലിറ്ററി ഡ്രിൽ സൈനിക അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പേർഷ്യൻ കടലിലും ഒമാൻ കടലിലുമാണ് ഈ അഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായ നൂതന ബാലിസ്റ്റിക് മിസൈലുകൾ ഇതിൽ പരീക്ഷിച്ചു എന്നുള്ള വാർത്തകളും വരുന്നു. എന്നാൽ ഇറാന്റെ ഈ സൈനികാഭ്യാസം ഇപ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. ഏതെല്ലാം ആയുധങ്ങളാണ് ഇറാൻ പുറത്തെടുക്കുന്നത് എന്ന കാര്യമാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇറാന്റെ സൈനിക മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞത് 12 ദിവസം നീണ്ടുനിന്ന ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഇറാൻ ഉപയോഗിച്ചത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മിസൈലുകൾ മാത്രമാണ് എന്നാണ്. എന്നാൽ പുതിയ തരം മിസൈലുകൾ ഉപയോഗിക്കുമ്പോൾ ഇസ്രയേലിന് നേരെയുള്ള അറ്റാക്കുകൾ ഇപ്പോൾ കഴിഞ്ഞതുപോലെ ആയിരിക്കില്ല, അതിശക്തമായിരിക്കുമെന്നാണ്. മാത്രമല്ല, ഇന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ഇസ്രയേൽ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും അതിനുള്ള മറുപടി അവർ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഗുരുതരമായ രീതിയിൽ ആയിരിക്കുമെന്നാണ്. കഴിഞ്ഞ 12 ദിവസം നീണ്ടുനിന്ന ആക്രമണത്തിൽ ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ ലോകത്തെ ഞെട്ടിച്ചതാണ്. യഥാർത്ഥത്തിൽ ഇറാന് ഇത്രമാത്രം ഇസ്രായേലിന് പ്രഹരമേൽപ്പിക്കാൻ കഴിയുമെന്ന് ലോകത്ത് ആരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇറാൻ പറയുന്നതെല്ലാം അവരുടെ വീമ്പിളക്കൽ മാത്രമാണ് എന്ന് പലരും ധരിച്ചിരുന്നു. പക്ഷേ യുദ്ധം നീണ്ടുപോകുമ്പോഴാണ് കാര്യങ്ങളുടെ ദിശയെല്ലാം മാറി മറിഞ്ഞത്. മാത്രമല്ല, അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ താവളമായ ഖത്തറിലുള്ള ഉദയ്ദിലും ശക്തമായ ആക്രമണം ഇറാൻ നടത്തി. ആ ആക്രമണത്തിലും അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ തകർന്നു എന്ന വാർത്ത പിന്നീടാണ് ലോകം അറിയുന്നത്. ആദ്യമൊക്കെ ഇതൊക്കെ മറച്ചുവെക്കാൻ അമേരിക്ക ശ്രമിച്ചുവെങ്കിലും പിന്നീട് സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് അമേരിക്കയെ വെട്ടിലാക്കിയത്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള സൈനികർ പരസ്പരം നടത്തുന്ന രഹസ്യ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളെ ബന്ധിപ്പിക്കുന്ന റഡാർ സംവിധാനങ്ങളെയാണ് ഇറാൻ ആക്രമണത്തിലൂടെ തകർത്തെറിഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം നിർത്താൻ പ്രഖ്യാപിച്ചത്. യഥാർത്ഥത്തിൽ ഇറാനിൽ നിന്ന് അടി കിട്ടുന്ന സമയത്ത് യുദ്ധം നിർത്താൻ വേണ്ടിയുള്ള പ്രഖ്യാപനം ഒരു പരാജയമായിട്ടാണ് ലോകം കാണുക. നേരെ മറിച്ച് ഇറാന് നേരെ അമേരിക്ക അതിനുള്ള തിരിച്ചടി നൽകിയതിനു ശേഷമാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് എങ്കിൽ അതിൽ അമേരിക്കക്ക് അഭിമാനിക്കാമായിരുന്നു. പക്ഷേ ഇറാന്റെ അതിശക്തമായ ആക്രമണവും തിരിച്ചടിയും ലഭിച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേലിന് നേരെ ഇപ്പോൾ ഇറാൻ ഒരു മുൻകൂർ ആക്രമണം നടത്താൻ സാധ്യമാണോ? കാരണം അത് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയില്ലേ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഈ ഇറാൻ നേതൃത്വം ഈ പ്രസ്താവനകൾക്കിടയിലെല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേലും ഞങ്ങളും ഒരു യുദ്ധത്തിൽ തന്നെയാണ്, യുദ്ധമില്ലാത്ത കരാർ ഒപ്പുവെച്ചിട്ടില്ല, കേവലം വെടിനിർത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം ഇസ്രായേലും ഇറാനും ഇപ്പോൾ യുദ്ധത്തിൽ തന്നെയാണ് എന്നാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇറാൻ ഒരു മുൻകൂർ ആക്രമണം തന്നെ നടത്തും എന്നാണ്. കാരണം ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് കാത്തു നിന്നാൽ അത് ഇറാനിൽ പ്രഹരമേൽപ്പിക്കും. ഇസ്രായേലിന്റെ ചതികൾ അത്രമാത്രം ശക്തമാണ് എന്ന് ഇറാൻ അറിയാം. അതുകൊണ്ട് ആ ചതിയെല്ലാം ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് തന്നെ ആക്രമണത്തിലൂടെ ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം പരാജയപ്പെടുത്തുകയാണ് നല്ലത് എന്ന് ഇറാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാന് നഷ്ടപ്പെട്ടത് ഒരുപാട് സയന്റിസ്റ്റുകളെയാണ്. ഏതെങ്കിലും കെട്ടിടങ്ങൾ തകർന്നാൽ അത് വീണ്ടെടുക്കുക എളുപ്പമാണ്. പക്ഷെ ഒരു സയന്റിസ്റ്റിന്റെ പരാജയം, പതനം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന് വിലമതിക്കാൻ പറ്റാത്തതാണ്. ബിൽഡിങ്ങുകളെക്കാളും ഇൻഫ്രാസ്ട്രക്ചറുകളെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു സയന്റിസ്റ്റിന്റെ തല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഡസൻ കണക്കിന് സയന്റിസ്റ്റുകളെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ വകവരുത്തിയിട്ടുള്ളത്. ഇനിയും അത്തരം നീക്കങ്ങൾക്ക് അവസരം നൽകരുത് എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് 122 പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ്. ഈ 12 ദിവസത്തെ യുദ്ധത്തിനിടയിൽ ഇറാനകത്ത് കലാപം സൃഷ്ടിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. ഇറാന്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന നേതാവ് തന്നെയാണ് ഈ 122 പേരെയും ഇതിനു വേണ്ടി ഒരുക്കിയിരുന്നത്. എന്നാൽ ആ 122 പേരെയും അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. മാത്രമല്ല, മൊസാദിന്റെ നീൽഭരണം ഇറാനിൽ നിന്നും തൂത്തെറിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇറാന് അനുകൂലമായ ഘടകമായി മാറുകയാണ്. കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധത്തിനിടയിൽ ഇറാൻ യഥാർത്ഥത്തിൽ പ്രഹരമേറ്റിട്ടുള്ളത് ഇറാൻ അകത്തു നിന്നുള്ള മൊസാദിന്റെ ആക്രമണങ്ങൾ തന്നെയാണ്. എന്നാൽ ആ മൊസാദിന്റെ കെണികളെയെല്ലാം
ഇപ്പോൾ ഒരു പരിധിവരെ ഒതുക്കുവാനും തകർക്കുവാനും ഇറാന് സാധിച്ചു എന്ന് ഇറാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ അകത്ത് നിന്ന് മൊസാദിന് ഇസ്രായേലിന് ആക്രമണം നടത്താൻ ഇനി കഴിയില്ല എന്ന ആത്മവിശ്വാസം ഇറാനുണ്ട്. ആയിരക്കണക്കിന് മൊസാദ് ചാരന്മാരെയാണ് ഈ യുദ്ധത്തിന് ശേഷം ഇറാൻ പിടികൂടിയിട്ടുള്ളത്. പലരും അഫ്ഗാൻ പൗരന്മാരാണ് എന്നത് ഏറെ ചിന്തിക്കേണ്ടത് തന്നെയാണ്. അഫ്ഗാനിസ്ഥാനിലെ അധിനിവേശത്തിനിടയിൽ ഒരുപാട് ചാരന്മാരെ മൊസാദും CIA അടക്കമുള്ള ചാര സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെല്ലാം ഇറാനിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് ഇറാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അഫ്ഗാൻ പൗരന്മാരെ എല്ലാവരെയും ഇപ്പോൾ ഇറാൻ നാടുകടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ മൊസാദിന്റെ എല്ലാ തന്ത്രങ്ങളും പാളിയിട്ടുണ്ട് എന്ന് ഇറാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഇസ്രായേലിന് നേരെ ഒരു മുൻകൂർ ആക്രമണം നടത്തുകയാണെങ്കിൽ അത് വിജയകരമായിരിക്കും എന്ന് ഇറാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധം ഇനി സംഭവിക്കുന്ന യുദ്ധത്തിന് ശേഷം ഇസ്രായേലുമായി ഒരു യുദ്ധം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ഇത് അത്രയും പ്രഹരമേൽപ്പിക്കുന്ന, ഇസ്രായേലിനെ ഇല്ലാതാക്കുന്ന യുദ്ധമായിരിക്കും എന്ന് തന്നെയാണ്.